ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലേ എന്ന് പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ അവിടെ കൊടുത്തു. എന്താ കൊടുത്തേ? വെള്ളാപ്പള്ളി നടേശൻ ആകെ കൊടുത്ത അപേക്ഷ മലപ്പുറത്ത് കൊടുത്തത് അവിടുത്തെ യൂണിയൻ്റെ മലപ്പുറം യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന വിജയൻ ഒരു ബാറിന് അപേക്ഷ കൊടുത്തു. വെള്ളാപ്പള്ളി നടേശൻ റെക്കമെൻഡ് ചെയ്തു, അത് കിട്ടി. ആ യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്ന ദാസൻ കോട്ടയ്ക്കൽ ഒരു ബാറിന് അപേക്ഷ കൊടുത്തു, അത് കൊടുക്കണമെന്ന് പറഞ്ഞു, അത് കിട്ടി. വെള്ളാപ്പള്ളി നടേശൻ ഈ വയനാട്ടിൽ കൊണ്ടുവന്ന് ഒരു ബാറിന് അപേക്ഷ കൊടുത്തു, അതും കൊടുത്തു. അപ്പോൾ ബാറുകൾക്ക് അപേക്ഷ കൊടുത്തതല്ലാതെ മലപ്പുറത്തോ മറ്റ് പ്രദേശങ്ങളിലോ വെള്ളാപ്പള്ളി നടേശൻ ഒരപേക്ഷ കൊടുത്തില്ല. മലപ്പുറം മേഖലയിൽ ആർ ശങ്കറിന്റെ കാലത്ത് 1200 ഏക്കർ സ്ഥലം SNDP യോഗത്തിന് സമ്പാദിച്ചു. എവിടെയാ സ്ഥലം? വെള്ളാപ്പള്ളി നടേശൻ മറുപടി പറയട്ടെ. ഇതേ സാറിന് അറിയാമല്ലോ, 1200 ഏക്കർ സ്ഥലം. 1200 ഏക്കർ സ്ഥലത്തിൽ ഇന്ന് 100 ഏക്കർ പോലുമില്ല, 10 സെന്റ് പോലുമില്ല. അതൊക്കെ ജിണ്ടയിട്ട് 1000 ഏക്കർ ജിണ്ടയിട്ട് പോയി. അത് സംരക്ഷിക്കാൻ കഴിയാത്ത ഒരാൾ, ഒരു ഭൂമി വാങ്ങിക്കാത്തയാൾ, ഒരു അപേക്ഷ കൊടുക്കാത്തയാൾ എനിക്കൊന്നും കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് എന്തർത്ഥമുള്ളത്? അപ്പോൾ ഒരു സമുദായത്തെയും ഒരു രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് വേണ്ടി, ഇവിടെ വർഗീയ വിദ്വേഷം നടത്തുന്നതിന് വേണ്ടി, വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പല മതസാരവും ഏകം എന്ന് പറഞ്ഞ ഗുരുദേവന്റെ പ്രസ്ഥാനത്തിൽ കൊണ്ട് വർഗീയ വിദ്വേഷം നടത്തുന്ന പാമ്പാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. ആ വിഷപ്പാമ്പിനെ മുഖ്യമന്ത്രി കഴുത്തിൽ ചുറ്റി നടക്കുക എന്ന് പറഞ്ഞാൽ കേരളം ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. അത്രമാത്രം പതനമാണ് ഈ മുഖ്യമന്ത്രിക്കും സംഘത്തിനും ഉണ്ടായത്. ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഈ നമ്മുടെ ബിനോയ് വിശ്വം 1 ലക്ഷം ചോദിച്ചപ്പോൾ 3 ലക്ഷം കൊടുത്തെന്ന് വെല്ലുവിളിക്കുക. വെള്ളാപ്പള്ളി നടേശന്റെ കഴിഞ്ഞ വർഷത്തെ റിട്ടേൺസ് ഒന്ന് പ്രസിദ്ധീകരിക്കാവോ? ആ 3 ലക്ഷം ഉണ്ടോ? ഇൻകം ടാക്സ് റിട്ടേൺ പ്രസിദ്ധീകരിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു, എന്തുകൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ പോകുന്നവർ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഈ പാവപ്പെട്ട നിർധനരായ പാവപ്പെട്ട ഈഴവ സമുദായ അംഗങ്ങളെ കൊള്ളയടിച്ച 3000 പരം കോടി രൂപയുടെ പങ്ക് പറ്റാനാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ അയാളുടെ വീട്ടിൽ ക്യൂ നിൽക്കുന്നത്. നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ ഈ പാവപ്പെട്ട ഞങ്ങളുടെ വോട്ട് വേണം, ഞങ്ങളെ ആർക്കും ഞങ്ങളുടെ പ്രസ്ഥാനത്തെ വേണ്ട, വെള്ളാപ്പള്ളി നടേശനെ മതി. ഈ കഴിഞ്ഞ ഇത്രയും വർഷമായല്ലോ, 9 വർഷക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ഗവൺമെന്റിനോട് ഭരിക്കുന്നു. എന്താനുകൂല്യമാണ് ഈ ഈഴവ സമുദായത്തിന് കിട്ടിയത്? എന്താനുകൂല്യം? ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, സംവരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഈ ഗവൺമെന്റ് ഞങ്ങൾക്ക് കിട്ടിയതാ? ഞങ്ങൾക്കത് കിട്ടിയില്ല. കേന്ദ്ര ഗവൺമെന്റ് വെള്ളാപ്പള്ളി നടേശന് ഇദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നല്ലോ. ഈഴവർക്ക് എന്ത് കിട്ടി? വെള്ളാപ്പള്ളി നടേശന് പ്രൊട്ടക്ഷൻ കിട്ടി, പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല. NSS കൊടുത്തു, നോഡൽ ഏജൻസി, ഇതിന്റെ നബാർഡിന്റെ നോഡൽ ഏജൻസി കിട്ടി, സൈനിക സ്കൂളിൽ കൊടുത്തു. ഈഴവർക്ക് എന്ത് കിട്ടി? വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യൂ പോയല്ലോ പല പാർട്ടികളുടെ നേതാക്കന്മാർ. ഈഴവ സമുദായത്തിന് എന്ത് ചോദിച്ചു എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയണം, എന്ത് കിട്ടിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയണം. ഈ ഭരണകൂടങ്ങളിൽ നിന്ന് എന്ത് കിട്ടി, എന്താണ് നിങ്ങൾ ചോദിച്ചത്, അത് പറയാൻ ബാധ്യസ്ഥനാണ്. അതൊരു പത്രപ്രവർത്തകൻ ഒരൊറ്റ ചോദ്യം മേളെ ചോദിച്ചോളൂ, അയാളുടെയൊക്കെ കൂടുതൽ ചോദ്യം ഉണ്ടായിരുന്നു. ആ പാവപ്പെട്ട പത്രപ്രവർത്തകനെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുന്ന ശ്രീനാരായണ സംസ്കാരമല്ല, തീവ്രവാദി എന്ന് പറയുന്ന ശ്രീനാരായണ സംസ്കാരമല്ല. അയാളുടെ പേര് റഷീദ് ആയതുകൊണ്ട് തീവ്രവാദി എന്ന് പറഞ്ഞാൽ ഏത് സംസ്കാരമാണ്? അപ്പോൾ അതിനെതിരായി ഗവൺമെന്റ് കേസെടുക്കണം. സാജൻ സ്കറിയ എന്ന് പറഞ്ഞിട്ട് ഏതോ പത്രപ്രവർത്തകൻ ആയിക്കോട്ടെ, അയാൾ എന്തോ പറഞ്ഞതിന്റെ പേരിൽ അയാൾക്കെതിരായിട്ട് കേസ് കെടുത്ത് പീഡിപ്പിച്ചില്ലേ? ഇയാൾ എത്രയോ വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തി. ഞങ്ങൾ കൊണ്ടുവന്ന് കോട്ടയത്ത് കേസ് കൊടുത്തല്ലോ, എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ സഹായിച്ചുകൊണ്ട് ഈഴവ സമുദായത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പലതിലെയുള്ളത്. ഞങ്ങൾ സംഘടിതമായി ഈഴവ സമുദായത്തിനെ നയിക്കാൻ കഴിവുള്ള നേതൃത്വമുള്ള ഒരു സംഘടനകളെല്ലാം യോജിച്ചുകൊണ്ട് ഞങ്ങൾ പോരാടും.